ഓഫ് ബിസിനസ്. ഓക്കെ, പെർസെന്റ് ഒക്കെ കേട്ടോ. നേച്ചർ ഓഫ് ബിസിനസ് പറഞ്ഞു, പ്രൊഡക്ഷൻ സൈക്കിൾ പറഞ്ഞു. ആ ഉം. പിന്നെ നേച്ചർ ഓഫ് ആൻഡ് വാല്യൂ ഓഫ് പ്രൊഡക്റ്റാ പറഞ്ഞിരുന്നത് അല്ലേ. റോ മെറ്റീരിയൽസ് ആണ് കൂടുതൽ വേണ്ടി വരുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കൂടുതൽ റോ മെറ്റീരിയൽസിന്റെ ആവശ്യമാണ്, മറ്റ് കോസ്റ്റുകളൊക്കെ കുറവാണെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പൊ എങ്ങനെ പറയണ്ടേ? ഇഫ് ലാർജർ ദി പ്രൊപ്പോർഷൻ ഓഫ് റോ മെറ്റീരിയൽ ടു ടോട്ടൽ കോസ്റ്റ് ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി ലാർജർ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് അതിന്റെ ആ ഒരു പ്രൊഡക്റ്റിന്റെ എക്സ്പെൻസിൽ ഏറ്റവും കൂടുതൽ അതിന് റോ മെറ്റീരിയൽസിന്റെ ആവശ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും എന്നും കൂടെ മനസ്സിലാക്കുക. യെസ്. നെക്സ്റ്റ്, സീസണൽ വേരിയേഷൻ. ബിസി സീസണിൽ എന്ത് വേണ്ടി വരും? ബിസി സീസണിൽ എന്ത് വേണ്ടി വരും? പെരുന്നാളും ഓണൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് വേണ്ടി വരും? നോർമലി കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. മഴക്കാലമായാൽ കുടക്കമ്പനിക്കാർക്ക് കൂടുന്ന പോലെ കച്ചവടം കൂടുമ്പോൾ അവർക്ക് ആ സമയത്ത് എന്ത് വേണ്ടി വരും? കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ. നമ്മൾ കമ്പനികളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്, ലേബർ ഇന്റൻസീവും ക്യാപിറ്റൽ ഇന്റൻസീവും. കേട്ടിട്ടുണ്ടോ? ലേബർ ഇന്റൻസീവ്, ക്യാപിറ്റൽ ഇന്റൻസീവ്. എന്താ? ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മെഷീനറീസും സംഗതികളും വെച്ചിട്ട് ഉള്ള പണിയാണ്. ഇത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ദെൻ ലേബർ ഇന്റൻസീവ് ആകുമ്പോൾ എന്താ? കൂടുതൽ എംപ്ലോയീസിന് വെച്ചിട്ടുള്ള പരിപാടിയാണ്. വിചാരിച്ചോ? അപ്പൊ അവിടെ മെഷീനറീസ് അല്ല, അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമുക്കൊരു സാധനം മെഷീനറി കൊണ്ട് ചെയ്യാം, അത് എംപ്ലോയീസും ചെയ്യാറുണ്ട് അല്ലേ. പണ്ടൊക്കെ ഈ സംഗതികളൊക്കെ പല സംഗതികളും പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ പലതൊക്കെ എംപ്ലോയീസാണ് ചെയ്തിരുന്നത്. ഇപ്പം അതല്ല, പലതും എന്താണ്? മെഷീൻസാണ് ചെയ്യുന്നത്. അപ്പം മെഷീൻസിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് സ്ഥാപനങ്ങളാണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എൻ്റർപ്രൈസ് ആണ്. എംപ്ലോയീസിനാണ് കൂടുതലെങ്കിൽ എംപ്ലോയീസ് ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. അപ്പൊ ഏതിനാണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരിക? അതിൽ നോക്കാതെ പറഞ്ഞേ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് സ്ഥാപനങ്ങൾക്കാണോ ലേബർ ഇൻറ്റൻസീവിനാണോ? ഏതിനാ? എംപ്ലോയീസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള, ലേബറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതിനാണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരിക. മറ്റതിന് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. എന്താ കാരണം? മെഷീനറീസ് ഒക്കെ ആണെങ്കിൽ അത് ഫിക്സഡ് ക്യാപിറ്റലാണ്, മെഷീനറി വാങ്ങിയിട്ടാൽ മതി, പിന്നെ അതിങ്ങനെ ഇതായിക്കോളും, പിന്നെ അതിന് വേണ്ട ഓയിലും മറ്റു സംഗതികളും മാത്രം മതി. ഇവിടെ എംപ്ലോയീസ് ആകുമ്പോൾ അവർക്ക് സാലറിയും പേയ്മെന്റും സംഗതിയാണ് കൊടുക്കേണ്ടത്. സോ ലേബർ ഇന്റൻസീവ് ആണെങ്കിൽ മെഷീൻസിനും മറ്റതിനും ചെലവുണ്ടാവില്ല, എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാവും. ദെൻ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെങ്കിൽ മെഷീനറികൾക്കും ഫിക്സഡ് അസറ്റും കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരും, ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും, എന്നാലേ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് മതി? കുറച്ച് മതി. എങ്ങനെ പറയേണ്ടത്? ഇഫ് ദ ഫേം ഈസ് മോർ ലേബർ ഇന്റൻസീവ് ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി ലാർജർ. എന്തുകൊണ്ടാ? അവർക്ക് കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. ഇഫ് ദ ഫേം ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്പാരിറ്റീവ്ലി വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി ലെസ്സർ. ക്ലിയർ ആണോ? അപ്പൊ ഏതിനാ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരിക? ഏതാ കുട്ടികളെ? എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് ആണ്. മെഷീനറീസിന് ഒരേപോലത്തെ സ്ഥാപനങ്ങൾ തന്നെ ചിലപ്പോൾ അവിടെ എന്താണ്, ചില മെഷീനറീസിനൊക്കെ പകരം ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ എംപ്ലോയീസ് ആയിരിക്കും. യെസ്, ക്ലിയർ ആണ്. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ എക്സ്പാൻഷൻ ഉള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതിയോ കൂടുതൽ വേണ്ടി വരുമോ? കൂടുതൽ വേണ്ടി വരും അല്ലേ? കാരണം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ റോ മെറ്റീരിയൽസ് വേണ്ടി വരും, കുറച്ച് എംപ്ലോയീസിനെ വെക്കേണ്ടി വരും, ഒക്കെ വേണ്ടി വരും, എക്സ്പെൻസ് കൂടും. സോ നീഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് എക്സ്പാൻഡിങ് ദ ബിസിനസ്. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അതും പറയേണ്ട ആവശ്യമല്ല. അടുത്ത് നോക്ക്, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ്. എന്താ? നിങ്ങൾ ബിസിനസ് സൈക്കിൾ പഠിച്ചിട്ടുണ്ടോ? ബിസിനസ് സൈക്കിൾ, ഓപ്പറേറ്റീവ് സൈക്കിൾ അല്ല.
എക്കണോമിക്സിലെ പഠിച്ചിട്ടുണ്ടാവല്ലോ. ബൂം, പിന്നെതാ റിസഷൻ, റിക്കവറി, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ആ, ബൂം പീരീഡിലാവുമ്പോഴുള്ള പ്രത്യേകത എന്താ? ബൂം പീരീഡ് ആകുമ്പോൾ അവിടെ കൂടുതൽ സെയിലും പരിപാടി നടക്കും. അതേപോലെ തന്നെ റിക്കവറി സ്റ്റേജിലും ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി റിസഷൻ പീരീഡിലും ഈ ഡിപ്രഷൻ പീരീഡിലും സെയിലും കാര്യങ്ങളൊക്കെ കുറവാക്കരം. അപ്പൊ ആ സമയത്ത് എന്ത് മതി? കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. ഏത് സമയത്ത് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും? അറ്റ് ദ ടൈം ഓഫ് ബൂം ആൻഡ് റിക്കവറി പീരിയഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി ലാർജർ. ഏറ്റവും കൂടുതൽ വേണ്ടി വരെ ബൂം പീരീഡിലാണ്. യെസ്, ക്ലിയർ അല്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഡിപ്രഷനും റിസഷനും ഒക്കെ ആകുമ്പോൾ അവിടെ കച്ചവടമൊക്കെ വളരെ കുറവായിരിക്കും അല്ലെ? ഇപ്പത്തെ ഒരു കൊറോണ ഒക്കെ വന്നുകൊണ്ട് തന്നെ മന്ദഗതിയിലായി. അതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിയോ ചോദിച്ചാൽ എത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ കുറെ ആൾക്കാർ അംഗീകരിക്കില്ല എന്നുള്ളൂ, വേറെക്കാര്. അത് പോട്ടെ. തൽക്കാലം സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. എപ്പോ? ബൂം പീരിയഡിലൊക്കെ. ലാസ്റ്റ് വൺ, കമ്പനി പോളിസി. എന്താ കമ്പനി പോളിസി? ഇത്രയേ ഉള്ളൂ. ചില കമ്പനികൾ ഉണ്ടാവും, നമുക്ക് ഇവിടെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി, കൂടുതൽ എന്തിനാ, ഇത്ര മതി, അപ്പൊ കുറച്ച് മതി. ചില സ്ഥാപനങ്ങൾ പറയുണ്ടാവും, ഇന്നത്തെ മാനേജറൊക്കെ പറയുണ്ടാവും, നമുക്ക് കുറച്ച് സേഫ് ആയിട്ട് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് വെക്കാം, അതാണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ആ കമ്പനിയുടെ പോളിസി എങ്ങനെയാണോ, മാനേജ്മെന്റ് പോളിസി എങ്ങനെയാണോ അതിനനുസരിച്ച്. ഇഫ് ദ മാനേജ്മെന്റ് റിക്വയർ മോർ വർക്കിംഗ് ക്യാപിറ്റൽ, they have to find out the working capital by എന്താ, by using different sources. മറ്റു സോഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം, അത്രേ ഉള്ളൂ. അവർക്ക് കൂടുതൽ വേണം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ അത് പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി മാത്രം. കമ്പനി പോളിസി എന്നിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇതിലൊരു 6-7 പോയിന്റ് ഒക്കെ ഇങ്ങനെ അറിഞ്ഞിരിക്കാം. ബാക്കിയൊക്കെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയാലും ഫുൾ മാർക്ക് വീഴും. കാരണം 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. 5 മാർക്കിന് എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യലൊന്നും കഴിയൂല. അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്ന നേച്ചർ ഓഫ് ബിസിനസ് കൊടുക്കാം, പ്രൊഡക്ഷൻ സൈക്കിൾ കൊടുക്കാം, സൈസ് ഓഫ് ബിസിനസ് കൊടുക്കാം, പിന്നെ അതേപോലെ തന്നെ ഏത് കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ടേൺ ഓവർ കൊടുക്കാം, സീസണൽ വേരിയേഷൻ, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. എക്സ്പാൻഷൻ, അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്ന കേസാണ്. ഓക്കെ, അടുത്തത് കുട്ടികളെ ഈ പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ സിലബസിൽ ഇല്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത്, പഴയ നോട്ടാണ്, അതുകൊണ്ടാണ്. യെസ്, അപ്പോൾ ഈ ഒരു ഭാഗം അതിലില്ല. അപ്പോൾ തൽക്കാലം ഞാൻ നോട്ട് തരുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് നിങ്ങളെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ തരാം. അടുത്തത് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതും ഇല്ല, പക്ഷെ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മിക്സ്, ഫിനാൻസിങ് ഓഫ്. അതെന്താ വെച്ചാൽ ചിലപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് ചോദിക്കാം. കാരണം വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രയും ഈ FM-ന്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കാതലായിട്ടുള്ള ഭാഗമാണ്. പക്ഷെ അത് സിലബസിലും ഇല്ല, നിങ്ങളുടെ നോട്ടിലും ഇല്ല. പക്ഷെ എന്നാലും ഇത് പഠിക്കാം. മറ്റത് അത്ര ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാറില്ല, അതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. മറ്റത് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നോക്കാം. വാട്ട് ആർ ദി അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മിക്സ്. സംഭവം എത്ര ഉള്ള കുട്ടികളെ, നമ്മൾ 2 ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചല്ലേ? ഏതാ? പെർമനന്റും വേരിയബിളും. ഈ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണ്ടേ? ഫണ്ട് വേണ്ടേ? വേണ്ട കുട്ടികളെ, ഈ ഫണ്ട് കണ്ടെത്തണം. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഈ ഫണ്ട് കണ്ടെത്താൻ മെയിൻലി നമുക്ക് സോഴ്സുകൾ ഒരുപാടുണ്ട്. ആ സോഴ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോങ് ടേം സോഴ്സും പിന്നെ എന്താ, ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സും. പെട്ടെന്ന് തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഷോർട്ട് ടേം സോഴ്സാണ്. കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ മതിയെങ്കിൽ എന്താണ്, ലോങ് ടേം ആണ്. ലോങ് ടേം സോഴ്സിന്റെ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടം പോലെ പറയാം. ഷെയർസ്, ഡിബഞ്ചറുകൾ, ലോങ് ടേം ലോണ്, ഇതൊക്കെ ലോങ് ടേം സോഴ്സ് ആണ്. ഷോർട്ട് ടേം സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം ലോണുകൾ അങ്ങനെയുള്ളത്, അതൊക്കെ നമുക്ക് ഷോർട്ട് ടേം സോഴ്സ് ആണ്. അപ്പൊ ഇതിൽ ഏത് വേണം എന്നുള്ളതാണ് നമ്മളുടെ ഡിസിഷൻ.
പെർമനന്റ് ലോങ് ടേം എടുക്കണോ ഷോർട്ട് ടേം എടുക്കണോ, വേരിയബിൾ ലോങ് ടേം എടുക്കണോ ഷോർട്ട് ടേം എടുക്കണോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 3 അപ്രോച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. ആ 3 അപ്രോച്ചുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്രോച്ച് ഹെഡ്ജിങ് അപ്രോച്ച്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ മാച്ചിങ് എന്നാണ് മീനിങ്. ഹെഡ്ജിങ് ഓർ മാച്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മാച്ചിങ് അപ്രോച്ച് എന്നും കൂടെ പറയും. അപ്പൊ ഹെഡ്ജിങ് അപ്രോച്ച് ഈസ് ആൾസോ കാൾഡ് ഏതാ കുട്ടികളെ? മാച്ചിങ് അപ്രോച്ച്. രണ്ടാമത് കൺസർവേറ്റീവ് അപ്രോച്ച്. കൺസർവേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ പ്ലേയിങ് സേഫ് ആയിട്ട് നിൽക്കുക, അതൊക്കെയാണ് അതിന്റെ ഒരു കൺസർവേറ്റീവിന്റെ മീനിങ്. കൺസർവേറ്റീവ്, പ്ലേയിങ് സേഫ് എന്നൊക്കെയാണ് മീനിങ്. ദെൻ അഗ്രസീവ് അപ്രോച്ച്. അഗ്രസീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അപ്പൊ നമ്മൾ ചിലർ അഗ്രസീവ് ആണെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇത് ഈ ഫിനാൻസിന്റെ കാര്യത്തിൽ അഗ്രസീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒക്കെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെ നമ്മൾ അഗ്രസീവ് പേഴ്സൺസ് എന്നൊക്കെ പറയാം. അഗ്രസീവ് ഷെയർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറയാം. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സേഫ്, ആ ഒരു സേഫ് ആയിട്ട് കളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ റിസ്ക് ഒന്നും ഏറ്റെടുക്കില്ല. മാച്ചിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, രണ്ടിന്റെ ഇടയിലാവും എന്നുള്ള സംഗതി ഹെഡ്ജിങ്. അപ്പൊ പറയാൻ പോകുന്നത് എന്താ, 2 ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു. എന്താ? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേറെ പേരും കൂടെ വിളിക്കൂട്ടോ, അതും കൂടെ ഓർത്തോ. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്ന് എഴുതി വെച്ചോ എവിടെയെങ്കിലൊക്കെ. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് അപ്പോ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് കണ്ടിന്യൂസ്ലി ടു മീറ്റ് ദ എക്സ്പെൻസസ്. നമ്മൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണോ അതന്നെ. എന്താണ്? ഹാർഡ് കോർ അല്ലെ. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. അതില്ലാതെ നിലനിന്ന് പോകില്ല. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഹാർഡ് കോർ അല്ലെ. കോറാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സംഗതികളാണ്. മിനിമം അതെങ്കിലും വേണം. അപ്പോൾ പറഞ്ഞു വന്നത് 2 ടൈപ്പ് ഓഫ് വർക്കിംഗ് നമ്മൾ പഠിച്ചു. പെർമനന്റും ടെമ്പററിയും അല്ലെങ്കിൽ വേരിയബിളും. ഇത് രണ്ടും വേണം. ഇത് കിട്ടാൻ നമ്മളെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ലോങ് ടേം സോഴ്സും ഉണ്ട്, പിന്നെ ലോങ് ടേം സോഴ്സും ഉണ്ട്. ഏതുകൊണ്ട് കുട്ടികളെ? ഇത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. ലോങ് ടേം സോഴ്സും പിന്നെ ഏതാ? ഷോർട്ട് ടേം സോഴ്സും. അപ്പൊ ലോങ് ടേം സോഴ്സ് എവിടുന്ന് കണ്ടെത്തണം, ഷോർട്ട് ടേം സോഴ്സ് എവിടുന്ന് കണ്ടെത്തണം എന്നുള്ളതിനെ പറ്റി ഒരു 3 അപ്രോച്ചുകൾ തന്നിട്ടുണ്ട്. ആ 3 അപ്രോച്ചുകളാണ് ഹെഡ്ജിങ്, കൺസർവേറ്റീവ്, അഗ്രസീവ്. ഹെഡ്ജിങ് പ്രകാരം പറയുന്നു പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം ലോങ് ടേം ഫണ്ട് ആൻഡ് ടെമ്പററി ഓർ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം ഷോർട്ട് ടേം ഫണ്ട്. അപ്പൊ എന്താ? ഒന്ന് പഠിച്ചേ. ഏതൊക്കെ ഉണ്ട്? പെർമനന്റ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഹെഡ്ജിങ് അപ്രോച്ച് പ്രകാരം പറയുന്നു പെർമനന്റ് എവിടുന്നാവണം? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എവിടുന്ന് കണ്ടെത്തണം എന്നാ പറയുന്നത്? ലോങ് ടേം സോഴ്സ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഷെയറോ ഡിബഞ്ചറുകളോ ലോണുകളോ ഉപയോഗിച്ച് കണ്ടെത്തണം. കാരണം പെർമനന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാലത്തേക്കും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് വേണ്ടതാണെന്ന് വേണമെങ്കിൽ ഇൻഡയറക്ട്ലി പറയാം, കണ്ടിന്യൂസ്ലി വേണ്ടതാണ്. അപ്പൊ അത് ലോങ് ടേം സോഴ്സ് വേണമെന്നും വേരിയബിളും ടെമ്പററിയും നമുക്ക് എപ്പോഴെങ്കിലും മതി. അപ്പൊ അതിന് ഏത് യൂസ് ചെയ്യാന്നും? ഏതാ കുട്ടികളെ? എന്താണ് നിങ്ങള് സംഭവം ക്ലിയർ ആണോ? ആ ഷോർട്ട് ടേം. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തണം? സോ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഫിനാൻസ്ഡ്. എവിടുന്നാ ഫിനാൻസ് ചെയ്യണ്ടേ? ഫ്രം ലോങ് ടേം സോഴ്സ്. ആൻഡ് വേരിയബിൾ ഓർ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം എവിടുന്ന? ഷോർട്ട് ടേം. മാച്ചിങ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പെർമനന്റ് തന്നെ പെർമനന്റ് എന്ത്? പെർമനന്റ് എവിടുന്ന് കണ്ടെത്തുക? ലോങ് ടേം എന്ന്. വേരിയബിൾ എവിടുന്ന്? ഷോർട്ട് ടേം എന്ന്. മാച്ചിങ് ആണ്. ഇനി താഴെ വരുമ്പോ ഏതാ കുട്ടികളെ? കൺസർവേറ്റീവ്. ഇതിൽ ഏതാണ് കൂടുതൽ റിസ്ക്? ഷോർട്ട് ടേം എടുക്കുന്നതാണോ ലോങ് ടേം എടുക്കുന്നതാണോ? ലോങ് ടേം എടുക്കുന്ന അല്ല കുട്ടികളെ റിസ്ക്, ഷോർട്ട് ടേം ആണ്. വൈ? ഷോർട്ട് ടേം ആവുമ്പോഴാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക. അതേപോലെ 6 മാസത്തിനായിരിക്കും, ആ 6 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കണം. നിങ്ങളൊന്നും വേണ്ട ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്ത് 50,000 റുപ്യ കടം വാങ്ങാണ്. 2 കൊല്ലം കഴിഞ്ഞ് തരാൻ പറയുന്നതാണോ നല്ലത്, അതോ 2 ദിവസം കൊണ്ട് തരണം എന്ന് പറയുന്നതാണോ? ഏതാ റിസ്ക്? അപ്പൊ ഷോർട്ട് ടേം അല്ല റിസ്ക്. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോ കൺസർവേറ്റീവ് പ്രകാരം സേഫ് ആയിട്ട് കളിക്കുക, റിസ്ക് വളരെ കുറച്ച് അല്ലേ?
അല്ല കുട്ടികളെ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് മിക്ക എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റും നമ്മൾ എവിടുന്ന് കണ്ടെത്തുക? ലോങ് ടേം സോഴ്സ് സേഫ് ആയിട്ട് കളിക്കുക. ഒരിക്കലും പെട്ടെന്ന് ലോങ് ടേം സോഴ്സ് കിട്ടൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഏത് യൂസ് ചെയ്യുക? ഷോർട്ട് ടേം. അതാണ് കൺസർവേറ്റീവ്. സേഫ് ആയിട്ട് കളിക്കുക, ലോങ് ടേം സോഴ്സ് യൂസ് ചെയ്യുക. ഒന്ന് വായിച്ചു നോക്ക്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് all working capital requirement fund should be met from long term source. മിക്കതും അങ്ങനെ തന്നെ ആളെ ഉദ്ദേശിച്ചത് ഇവിടെ മിക്കതും എന്നാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. മിക്കതും നമ്മൾ എവിടുന്ന് കണ്ടെത്തുക? ഏത് കുട്ടികളെ? ലോങ് ടേം സോഴ്സ്. താഴെ ഒരു സെന്റൻസും കൂടെ ഉണ്ട്. എപ്പോഴാ ഷോർട്ട് ടേം യൂസ് ചെയ്യേണ്ടത്? ഷോർട്ട് ടേം സോഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഡ്യൂറിങ് എപ്പോഴാ? എമർജൻസി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഹെഡ്ജിങ് മാച്ചിങ് ആണ്. എന്താണ്? പെർമനന്റ് ലോങ് ടേം ഒന്നും വേരിയബിൾ എവിടുന്ന? വേരിയബിൾ എവിടുന്ന? ഷോർട്ട് ടേം ഒന്നല്ലേ? ഇവിടെ ഏതാ? പെർമനന്റും വേരിയബിൾ എവിടുന്ന? ലോങ് ടേം എന്നാണ്. എമർജൻസി വന്നാൽ മാത്രം എവിടൊക്കെ പോവും? എപ്പോഴെങ്കിലും തീരെ എന്ന് പറഞ്ഞാൽ ലോങ് ടേം സോഴ്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ കിട്ടാത്ത അവസ്ഥ വന്നാൽ മാത്രം നമ്മൾ ഷോർട്ട് ടേം യൂസ് ചെയ്യും. അഗ്രസീവ് എന്തായിരിക്കും? നേരെ തിരിച്ച റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാ അല്ലേ? എന്താ? എൻറ്റയർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പെർമനന്റും വേരിയബിളും ഷുഡ് ബി ഫിനാൻസ്ഡ് ഫ്രം ഏതാ? ഷോർട്ട് ടേം സോഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഏത് കുട്ടികളെ? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റും നമ്മൾ ഏതിനെ ആശ്രയിക്കുക? ഷോർട്ട് ടേമിനെ ആശ്രയിക്കുക. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഷോർട്ട് ടൈം യൂസ് ചെയ്തു, 6 മാസം ലോൺ എടുത്തു. അപ്പൊ 6 മാസം കഴിഞ്ഞത് തിരിച്ചു കൊടുക്കണം. ഇതിങ്ങനെ റോളിങ് തന്നെ കയറാൻ പണി. വർക്കിംഗ് ക്യാപിറ്റൽ റിസ്ക് ആണ്, ഹൈ റിസ്ക് ആണ്. അപ്പൊ എങ്ങനെ ഇത് പഠിക്കണ്ടേ? ഒരു 4 കോളം വെച്ചാൽ തീരാവുന്ന കേസുള്ളൂ. ഹെഡ്ജിങ്ങിൽ എങ്ങനെ? മാച്ചിങ് ആ. പെർമനന്റ് എവിടുന്ന? പെർമനന്റ് ഫ്രം. ഇത്രേ ഉള്ളൂ. ഹെഡ്ജിങ്ങിൽ മാച്ചിങ്ങിൽ എങ്ങനെ? പെർമനന്റ് ഫ്രം, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്രം കഴിഞ്ഞു കുട്ടികൾ നിർത്തി. ലോങ് ടേം. Then temporary working capital from. Then under conservative approach both the permanent and temporary working capital from എവിടുന്ന? ലോങ് ടേം. എപ്പോഴാ ഷോർട്ട് ടേം യൂസ് ചെയ്യുക? ഓൺലി ഡ്യൂറിങ് എമർജൻസീസ്. അണ്ടർ അഗ്രസീവ് അപ്രോച്ച് എന്താണ്? ബോത്ത് പെർമനന്റ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി യൂസ്ഡ് ഫ്രം എവിടുന്ന? ഷോർട്ട് ടേം. ക്ലിയർ അല്ലേ കുട്ടികളെ? പഠിഞ്ഞില്ലേ? അപ്പൊ എത്ര അപ്രോച്ചാ? 3 അപ്രോച്ച്. ബാക്കി നിങ്ങൾ ഇനി പള്ളിക്കൊക്കെ പോയിക്കോളെ. അപ്പോ ബാക്കി നമുക്ക് നാളെ എടുക്കാം.